ഇതാണ് കാളഹസ്തി കോവിൽ. ഞങ്ങൾ തിരുപ്പതിയിൽ നിന്ന് നേരെ കാളഹസ്തി വന്ന് ഈ കാളഹസ്തി അമ്പലത്തിൽ നിൽക്കുന്നത്. ഇതാണ് കാളഹസ്തി അമ്പലം. ഇതിനകത്തൊക്കെ ഒരുപാട് കാളകളും കെട്ടിയിട്ടുണ്ട്. ഇതിനാണ് കാളഹസ്തി എന്ന പേര് അനർത്ഥമാക്കുന്ന രീതിയിലാണ്. ആന്ധ്രാപ്രദേശിലുള്ള കാളഹസ്തി എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൻ്റെ ആ ചുറ്റും പരിസരമൊക്കെയാണ്. അപ്പോൾ ആ ഏരിയയാണ് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരം വെളുത്ത് മണി 7 ആവണതേ ഉള്ളൂ. 6:30 മണി കഴിഞ്ഞ് 7 മണി ആവണതേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ ആന്ധ്രാപ്രദേശിലെ കാളഹസ്തി എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഒരു വിഷ്വൽ. നല്ലൊരു പാലമൊക്കെ പോകണുണ്ടോ. ഓരോ സ്ഥലത്തിനും ഓരോ വ്യത്യസ്തമായൊരു കാലാവസ്ഥയും ലുക്കൊക്കെയുണ്ട്. ഇപ്പോൾ കേരളത്തിൽ വരുമ്പോഴത്തേക്ക് അവിടുത്തെ നമ്മളെ കാലാവസ്ഥ അത് വേറെ, അവിടുത്തെ ലുക്ക് വേറെ. ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ആന്ധ്രയിൽ വരുമ്പോൾ അവിടുത്തെ ഒരു ഇതൊക്കെ വേറെയാണ്. അതിനൊക്കെയാണ് കേരളത്തിൽ വരുമ്പോഴത്തേക്ക് തമിഴ്നാട്ടിൽ പോകുമ്പോഴത്തേക്ക് ഒരു തമിഴിൻ്റെ അവിടുത്തെ ആ ഗ്രാമപ്രദേശങ്ങളോ അതൊക്കെ കാണാൻ ഒരു പ്രത്യേക ലുക്കാണ്. ഇവിടെ ഒരു ഷെഡൊക്കെ ഉണ്ട്. വിശ്രമ കേന്ദ്രമാണെന്ന് തോന്നുന്നു ഇവിടുത്തെ അമ്പലത്തിൻ്റെ ഒരു വിശ്രമ കേന്ദ്രമാണ് ഈ കാണുന്നത്. പിന്നെ ഇങ്ങനൊരു വഴിയുണ്ട്. ഇപ്പം ഞാൻ ആദ്യം കണ്ട വഴിയിൽ നിന്ന് കൂടെ മാറി വേറൊരു വഴി കൂടെയാണ് ഇപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കടകളെല്ലാം തുറക്കണേ ഉള്ളൂ. ഇവിടെ ഇഡ്ഡലി കടകളും ദോശക്കടകളും പൂരിക്കടകളൊക്കെ ഉണ്ട്. അപ്പം ഇവരെല്ലാം വിളിക്കുകയും വെളിയിലൊരു ചെയറൊക്കെ എടുത്തിട്ടാണ് വിളിക്കുന്നത് വന്നിരുന്ന് കഴിക്കാൻ. ഇവിടെ അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ വെളിയിലൊരു ബെഞ്ചൊക്കെ ഇട്ട് ഒരു കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കോർപ്പറേഷനോ പോലീസൊക്കെ വന്നിട്ട് പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ടാണ് അവിടെ ചെയറൊക്കെ പുറത്തിട്ടൊക്കെ ഉണ്ട്. അത്ര വൃത്തിയുള്ളൊരു ഏരിയൊന്നുമല്ല. നമ്മൾ പറയില്ലേ, പിന്നെ കേരളക്കാർക്ക് മാത്രമേ വൃത്തിയുള്ളതെന്ന് പറയാനൊന്നും പറ്റുന്നില്ല. നമ്മളെ കേരളത്തിൽ ഒരുപാട് പേർ വൃത്തിയില്ലാത്ത സ്ഥലങ്ങളും ഭക്ഷണം കൊടുക്കുന്ന സ്ഥലങ്ങളെല്ലാം ഉണ്ട്. കേരളക്കാരെ ഉയർത്തിക്കൊണ്ട് മറ്റുള്ള ആൾക്കാരെ കുറ്റം പറയണത് ശരിയുള്ള കാര്യമില്ല. ഇവിടെ ഒരു ഗണേഷ് ഭവൻ എന്നൊരു ഹോട്ടലുണ്ട്. അപ്പം
എനിക്ക് രാവിലെ വിശക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഫുഡ് കഴിക്കാനായിട്ട് അങ്ങോട്ട് കയറാണ്. രാവിലത്തെ ഒരു കൊള്ളാം. അത്യാവശ്യം വൃത്തിയൊക്കെ ഉള്ളൊരു കടയാണ്. നല്ല ഫുഡ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇതിനകത്തൊരു ക്ഷേത്രം പോലെ അടിച്ചിട്ടുണ്ട്. കണ്ടോ, ഇതിനകത്ത് ഫുഡ് കൊടുക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ കോവിൽ പോലെയൊക്കെ അവർ വെച്ചേക്കുന്നത്. അത്ര വൃത്തിയായിട്ട് സൂക്ഷിക്കണം തോന്നുന്നു. പക്ഷേ കഴിയുന്ന സ്ഥലം എനിക്ക് അത്രയ്ക്ക് പൊങ്കൽ വട ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ദോശ പറഞ്ഞിട്ട് ദോശയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ലേറ്റാവും. ഇഡ്ഡലി ഞാൻ ഇഡ്ഡലിയാണ് ഓർഡർ ചെയ്തത്. ഇഡ്ഡലി ഇപ്പോൾ വരും. എങ്ങനെയാണ് നോക്കട്ടെ, കൊള്ളാമോ എന്ന് പറഞ്ഞതാണ്. ഇവിടെയൊക്കെ ഫുള്ള് എല്ലായിടത്തും ഇഡ്ഡലിയാണ് മെയിൻ. ദോശ, പൂരി ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഭക്ഷണം. വരുന്നത് സപ്ലയറെ കണ്ട് നോക്കും. ഇതാണ് സപ്ലയർ. അല്ലോ, ഇഡ്ഡലി, ചമ്മന്തി, ഇഡ്ഡലി, വട, സാമ്പാർ, പിന്നെ ചട്നി, തേങ്ങാ ചട്നി. പരീക്ഷിച്ച് നോക്കാം. അടിപൊളിയാണ്. ഒരു പ്രത്യേക ചട്നി. ഇതായത് അടിപൊളി സാധനം കേട്ടോ. അതായത് സൂപ്പറാണ്. സൂപ്പറിന് അടിപൊളി സാധനം. നല്ല ടേസ്റ്റ് കഴിക്കും. സാമ്പാർ നോക്കണം. സാമ്പാർ ഇതാ. ഇത് അടിപൊളി മുട്ട കേട്ടോ. കാളഹസ്തി ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുൻവശത്താണ് ഈ ഹോട്ടൽ. കോഫി, ചായ, ഇവിടുത്തെ ചായയും കോഫിയും കുടിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞതൊരു 3 കപ്പ് കാപ്പിയെങ്കിലും ചായയും കുടിക്കും. കാരണം നമ്മളെ കേരളക്കാർക്ക് ഇവിടുത്തെ കപ്പാണ് ഒരു രക്ഷയില്ലാത്തത്. അത്രയ്ക്ക് 25-30 മില്യേ ഉള്ളൂ. അപ്പോൾ ചായ ആയാലും കോഫി ആയാലും വിലയും 15-20 രൂപയുടെ വില. കപ്പ കാണിച്ചാൽ വരും നോക്കും. അപ്പോൾ എപ്പോൾ കഴിക്കാതിരുന്നാലും 2 കോഫി 3 കോഫി ഞാൻ ഓർഡർ ചെയ്യും. കാരണം നമുക്കതേ പറ്റുമോ, അങ്ങനെ കുടിച്ച് തിരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ പോലത്തുള്ള കപ്പ തന്നെയാണ് ഉണ്ടായി. കുഴപ്പമില്ല.